അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനിൽ അദ്വമാനി അലാ ഖാതമി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഈ ഒരു സന്ധ്യാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരു പുണ്യത്തിൽ ഒരുമിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. ഇതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരിടം സ്വർഗത്തിൻ്റെ അത്യുന്നതയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വേദിയിൽ ഇതുപോലുള്ള വേദിയിൽ സജീവമായിരുന്ന ചില ആളുകൾ ചിലർ രോഗത്തിൻ്റെ പിടിയിലാണ്, മറ്റു ചിലർ ചില അവശതകളിൽ പരീക്ഷണത്തിലാണ്. അള്ളാഹു അവരെ തൊട്ട് അവരുടെ പരീക്ഷണങ്ങളും രോഗങ്ങളും ഉയർത്തുമാറാവട്ടെ. അവർക്കേറ്റ മുസീബത്തിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുവത്വ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വചനമുണ്ട്. അതാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഏതാനും കാര്യങ്ങൾ ഉണർത്തുന്നത്. അബ്ബാസി ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂർ ആളുകളുടെ വിവരക്കേടും അജ്ഞതയാൽ അവിവേകങ്ങളും കണ്ട് ഇമാം മാലിക്കിനോട്, മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ഗ്രന്ഥരചന നടത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളാണ് ആളുകളിൽ വിജ്ഞാന പടു, അതുകൊണ്ട് നിങ്ങളുടെ ഉദ്യമത്തിൽ തന്നെ ആ ഗ്രന്ഥം വരണം എന്ന് അബൂ ജഅഫർ അൽ മൻസൂർ താൽപ്പര്യപ്പെട്ടു. ഹദീസുകളെ ക്രോഡീകരിക്കാൻ, അങ്ങനെ ഹുക്കുമുകൾ ആളുകൾക്ക് പ്രാപ്യമാകാനായിരുന്നു ആവശ്യം. ഖലീഫ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇമാം മാലിക് തൻ്റെ രചന നിർവഹിക്കുന്നത്. 40 വർഷം നീണ്ട അധ്വാനം ഇമാം മാലിക്കിന് അൽ മുവത്വ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് വേണ്ടി വന്നു. ഇമാം മാലിക് അൽ മുവത്വ മദീനയിൽ രചിക്കുമ്പോൾ വാർത്ത പരന്നു. ഈയൊരു ശ്രമം
അത് എങ്ങും ശ്രുതിപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു വഹബ് എന്ന് പറയുന്നൊരു വ്യക്തി ഈജിപ്തിലും ഒരു മുവത്ത രചിക്കാൻ തുടങ്ങിയെന്ന്. ഇമാം മാലിക്കിനോട് കിടപിടിക്കാനായിരുന്നു അയാളുടെ ശ്രമം. വിവരം ഇമാം മാലിക്കിൻ്റെ അടുക്കലെത്തുകയാണ്. അദ്ദേഹത്തോട് പറയപ്പെട്ടു, നിങ്ങളിവിടെ മുവത്ത രചിക്കുന്നു, ഈജിപ്തിലും ഒരാൾ ഒരു മുവത്ത രചിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇമാം മാലിക് ഒരു നേരിയ പ്രതികരണം ചെറിയ വചനത്തിൽ നടത്തി. അതിപ്രകാരം, മാ കാന ലില്ലാഹി യബ്ഖ, ഇത്രമാത്രം. മാ കാന ലില്ലാഹി യബ്ഖ, അള്ളാഹുവിനുള്ളതെന്തോ അത് ശേഷിക്കും. അള്ളാഹുവിനുള്ളത് ശേഷിക്കും. ഇത്ര മാത്രമേ ഇമാം മാലിക് അതിനോട് പ്രതികരിച്ചുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു വഹബ് മുവത്ത എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗ്രന്ഥത്തെ ഇന്ന് നമ്മൾ മഷിയിട്ട് നോക്കിയാൽ ലോകത്ത് ഒരിടത്തും കാണാൻ സാധ്യമല്ല. എന്നാൽ ഇമാം മാലിക്കിൻ്റെ മുവത്ത അത് ഇല്ലാത്ത ലൈബ്രറികൾ ഉണ്ടാവില്ല. അത് പരാമർശിക്കപ്പെടാത്ത പാഠശാലകളോ കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ മിമ്പറുകളോ മിഹ്റാബുകളോ ഉണ്ടാകില്ല. ഇമാം മാലിക്കിൻ്റെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഇതര ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിനെ സവിശേഷമാക്കുന്നതായ ചില പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിലനിർത്തി എന്നുള്ളതാണ്. മാ കാന ലില്ലാഹി യബ്ഖ, അതാണ് ആ വാക്ക്. അള്ളാഹുവിനുള്ളതാണോ അത് നിലനിൽക്കും എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ അതിലേക്കൊരു വരി കൂടി കൂട്ടിയിട്ട് പറഞ്ഞത്, മാ കാന ലില്ലാഹി യബ്ഖ വ മാ കാന ലിഗൈരിഹി യഫ്ന, അള്ളാഹ്ക്കുള്ളത് ഇവിടെ നിലനിൽക്കും, അള്ളാഹു അല്ലാത്തവർക്കുള്ളത് അത് നശിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്തിൻ്റെ വിഷയം അതാണ് ഇമാം മാലിക് അവിടെ ഉദ്ദേശിച്ചത്. എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം അത് സാധുവാകാനും അത് സ്വീകരിക്കപ്പെടാനും അത് സ്വാധീനിക്കുവാനും ഒക്കെ നിദാനം നിയ്യത്താണ്. അള്ളാഹുവിനുള്ളതെന്ന നിയ്യത്തുണ്ടോ എങ്കിൽ അത് സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും അതിനർഹമായത് നേടിക്കൊടുക്കുന്നതും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. 40 വർഷം ഇമാം മാലിക് മുവത്ത രചിച്ച് അതിൽ പണിയെടുത്തിട്ടുണ്ട്. അത് കാരണത്താൽ ഇമാം മാലിക്കിൻ്റെ മുവത്തയിൽ ഹദീസുകളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിൽ കാണാൻ സാധിക്കും. കാരണം ശിഷ്യന്മാർ ഇത് ഇമാം മാലിക്കിന് മുമ്പിൽ എഴുതുകയാണ്. യഹ്യ ബിൻ യഹ്യ ഇത് എഴുതിയിട്ടുണ്ട്, മുഹമ്മദ് ബിൻ അൽ ഹസൻ ഇത് എഴുതിയിട്ടുണ്ട്, വേറെയും പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് മുവത്ത. പക്ഷേ എല്ലാവരുടെയും രചനകളിൽ ഒരേ എണ്ണമല്ല, ഹദീസുകളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അല്പന്മാർ ഇന്ന് ഇമാം മാലിക്കിൻ്റെ മുവത്തയെ നിരൂപിക്കും, എന്നിട്ട് പറയണ്ട ഇവിടെ ഇത്ര എണ്ണേ ഉള്ളൂ, ഇതിൽ ഇത്ര എണ്ണം കൂടുതലാണ്, ഇതിൽ ഇത്ര എണ്ണം കുറവാണ് എന്നിങ്ങനെ നിരൂപിക്കും. അതെന്തുകൊണ്ടാണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം ഇത് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഓതിയിട്ടുണ്ട്. 40 വർഷത്തിൻ്റെ തുടക്ക നാളുകളിൽ ഇമാം മാലിക്കിന് ബോധ്യപ്പെട്ട പലതും ഒടുക്ക നാളുകളിൽ ഇമാം മാലിക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഇത് ഇമാം മാലിക്കിൽ നിന്ന് പകർത്തിയവർ
എണ്ണം കൂടുതൽ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമല്ല. പക്ഷേ ഒടുക്കകാലത്ത് അത്ര തന്നെ എണ്ണം അവർ രചിച്ചപ്പോൾ കാണാൻ സാധ്യമല്ല. കാരണം ഇമാം മാലിക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പലതും അതിൽ നിന്ന് ഒഴിവാക്കിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും കുറച്ചതിന് പിന്നിലുള്ളത്. പക്ഷേ ഈ ചരിത്രം അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മതി. ലോകത്ത് ഇത്രമേൽ സ്വാധീനം നൽകപ്പെട്ട പേരും പ്രശസ്തിയുമുള്ള ഒരു രചനയെ അവഗണിക്കാൻ എന്നുള്ളതാണ് വസ്തുത. ഇപ്പം ഇന്ന് നമ്മൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഷയത്തിൽ സജീവമായ ചർച്ച കേൾക്കുകയാണ്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ വലിയ ഒരു പ്രതിഫലനം ഇക്കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം കേരളക്കരയിൽ ഇമാം ബുഖാരിയെ നിരൂപിക്കാനും സഹീഹുൽ ബുഖാരിയെ അവമതിക്കാനും കുറേ ആളുകൾ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം അറബ് നാടുകളിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ അങ്ങനെയുള്ള ഈ ആൽമരം കുലുക്കുന്ന അണ്ണാന്മാരെന്നറിയും, ഇത്തരം അണ്ണാന്മാർക്ക് വലിയ ഇടമുണ്ടായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ അതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വായാടി അള്ളാഹുവിൻ്റെ കിതാബ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സഹീഹുൽ ബുഖാരിയെ പ്രത്യേകം പരാമർശിച്ച് അതിൽ ആളുകൾക്കിടയിൽ അങ്കലാപ്പും സംശയവും ജനിപ്പിച്ച് അതിനെ അപകീർത്തിപ്പെടുത്തുന്നതായ പരാമർശം നടത്തിയത്. പക്ഷേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ സഹീഹും അതും ഇമാം ബുഖാരിയുടെ ജീവിതം എന്ന പോലെ അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പന്മാരുടെ ഇടപെടലുകൾ അതിനെ ഒരിക്കലും വില കുറച്ചിട്ടില്ല. ചില പാഴ്ശ്രമങ്ങൾ ചിലർ നടത്തി എന്നുള്ളത് നേരാണ്. പക്ഷെ ആ പാഴ്ശ്രമങ്ങളും ചരിത്രം പുച്ഛിച്ചു തള്ളി. കാലാതിവർത്തിത്വം അത് ഇമാം ബുഖാരിയുടെയും സഹീഹുൽ ബുഖാരിയുടെയും ഒരു സവിശേഷതയായി കാലം വിധി എഴുതി എന്നുള്ളതാണ് നേര്. ഒരാൾക്ക് ഇന്ന് ഒരല്പൻ ഇപ്പോൾ കയറി വന്നിട്ട് ഇമാം ബുഖാരിയും സാധാരണക്കാരനല്ലേ, സഹീഹുൽ ബുഖാരി ഒരു മനുഷ്യ സേവനല്ലേ, സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യൻ്റെ അധ്വാനമല്ലേ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിനാലുണ്ടാകുന്ന ദുഷ്ഫലം എന്ത് എന്നുള്ളത് ഇത്തരം ആളുകൾ ആലോചിക്കാറില്ല. പ്രത്യുത സഹീഹുൽ ബുഖാരിയുടെ ഗുണഗണങ്ങൾ എണ്ണി, മേന്മകൾ എണ്ണി, സഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകതകൾ എണ്ണി അത് രചിക്കുമ്പോൾ, സഹീഹുൽ ബുഖാരി രചിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ ത്യാഗ ചരിത്രം പറഞ്ഞ് അതിനപ്പുറമാണ് ചില പണ്ഡിതന്മാരുടെ നിരൂപണങ്ങളോ സംസാരങ്ങളോ പറയുന്നത് എങ്കിൽ ഒരിക്കലും സഹീഹുൽ ബുഖാരിയുടെ വില ജനമനസ്സിൽ ഇടിയുന്ന ഒരു പ്രശ്നം വരില്ല. അതേസമയം ഇത്തരം ആളുകളൊക്കെയും രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുപോലെ ആനപ്പുറത്തെ കൊതുകുകൾ എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ചില ആളുകൾ നിരൂപണത്തിൻ്റെ വിഷയത്തിൽ. അത് തോട്ടിക്കെറിയണം, ആറ്റിലേക്ക് വലിച്ചെറിയണം, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6 ലക്ഷം ഹദീസുകൾ ശേഖരിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് 194 ഇമാം ബുഖാരി ഭൂജാതനാകുന്നത്. കുരുന്നിലെ പിതാവ് മരിച്ചു, സഹോദരനും ഉമ്മയും ശേഷിച്ചു. ബാല്യത്തിലെ അന്വേഷണ തൃഷ്ണയും പഠനവീര്യവും അത് ഇമാം ബുഖാരിയുടെ പ്രത്യേകതയായിരുന്നു. 16 വയസ്സാകുമ്പോഴത്തേക്ക്
അദ്ദേഹം പറയുന്നുണ്ട്, ഹദീസ് ബൈഹാർട്ടാക്കാനുള്ള ഒരു ബോധനം അരുളപ്പെട്ട ആളാണ് ഞാൻ എന്നാണ്. ഉൽഹിംതു ഹിഫ്ദൽ ഹദീസ്. അങ്ങനെ ഇമാം വക്കീ ഇബ്നുൽ ജറാഹിൻ്റെയും ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിൻ്റെയും കിതാബുകളെ 16 വയസ്സായപ്പോഴത്തേക്ക് ബൈഹാർട്ടാക്കിയ മഹാനാണ് ആര്? ഇമാം ബുഖാരി. പിന്നെ ഉമ്മയോടൊത്ത് സഹോദരനോടൊത്ത് മക്കയിൽ വന്നു. അവർ ഹജ്ജ് നിർവഹിച്ച് ഉമ്മയും സഹോദരനും മടങ്ങി. ബുഖാരി മക്കയിൽ ശേഷിച്ചു. പിന്നെ വിശുദ്ധ മദീനയിലേക്ക്, ബസറയിലേക്ക്, കൂഫയിലേക്ക്, സിറിയയിലേക്ക്, ഈജിപ്തിലേക്ക് വിജ്ഞാനം അന്വേഷിച്ചുള്ള, അഭ്യസിച്ചുള്ള ത്യാഗയാത്രകളാണ്. ആ ത്യാഗയാത്രകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷം ആ മഹാരഥനിൽ അവതരിപ്പിക്കപ്പെട്ടു. സഹീഹുൽ ബുഖാരി അദ്ദേഹം രചിക്കുമ്പോൾ 6 ലക്ഷം ഹദീസുകൾ അദ്ദേഹം ശേഖരിച്ചു. എവിടെ ശേഖരിച്ചു? മനസ്സിൽ ശേഖരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് സഹീഹായ 1 ലക്ഷം ഹദീസുകൾ, അതിൽ നിന്ന് പിന്നെ സെലക്റ്റഡ് ഹദീസുകൾ 7000-ൽ ചില്ലാനം, അതാണ് സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം ക്രോഡീകരിച്ചത്. അപ്പോൾ എത്ര മനനങ്ങൾ, എത്ര പഠനങ്ങൾ, എത്ര ത്യാഗങ്ങൾ, കണ്ടെത്തലുകൾ! ഇതിനപ്പുറമാണ് ഒരു സഹീഹുൽ ബുഖാരിയുടെ രചന വരുന്നത്. സഹീഹുൽ ബുഖാരി അദ്ദേഹം ഈ രീതിയിൽ ക്രോഡീകരിച്ചതിന് ശേഷം ഓരോ ഹദീസും ഈ സഹീഹിലേക്ക് ചേർക്കുമ്പോൾ അദ്ദേഹം കുളിക്കും, ശുദ്ധി വരുത്തും, 2 റക്അത്ത് നിസ്കരിക്കും, ദുആ ചെയ്യും. എന്നിട്ടാണ് ആ ഹദീസ് സഹീഹിൽ ചേർക്കുന്നത്. സഹീഹിൻ്റെ രചന പൂർത്തിയായി. അന്ന് ജീവിച്ചിരുന്ന 3 പണ്ഡിത ശ്രേഷ്ഠരുണ്ട്. പർവ്വതങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ വിജ്ഞാന സാഗരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിശയോക്തി വരാത്ത 3 പണ്ഡിതന്മാർ. ഒന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, മറ്റൊന്ന് അലി ഇബ്നുൽ മദീനി, പിന്നെ മൂന്നാമൻ യഹ്യ ബിൻ മഈൻ. വലിയ വിജ്ഞാന നേതൃത്വങ്ങളാണ് ഈ 3 പേർ. രചനയ്ക്ക് ശേഷം ഈ 3 മഹത്തുക്കളെ ഇത് കേൾപ്പിച്ച് അവരിൽ നിന്ന് ഓരോ ഹദീസിനും ശുദ്ധിപത്രം വാങ്ങിയ ആളാണ് ഇമാം ബുഖാരി. യൂസുഫ് ബിൻ മുഹമ്മദ് അൽ ബിറബ്രി, അല്ലെങ്കിൽ ബിറബ്രി എന്ന് പറയുന്ന വ്യക്തി ഹിജ്റാബ്ദം 320-ൽ മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, 70,000 ആളുകൾ സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരിയിൽ നിന്ന് ഓതി കേട്ടിട്ടുണ്ട്. 70,000 ശിഷ്യന്മാർ ഇമാം ബുഖാരിയിൽ നിന്ന് സഹീഹ് ഓതി കേട്ടിട്ടുണ്ട്. ആ 70,000-ൻ്റെ കണ്ണികളിൽ ഞാൻ ഒഴിച്ച് ഇന്ന് ആരും ശേഷിക്കുന്നില്ല എന്നാണ് ആര് പറയുന്നത്? മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ബിറബ്രി പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാണ്. അദ്ദേഹം ഇമാം ബുഖാരിയുടെ മുന്നിൽ സഹീഹുൽ ബുഖാരി ഓതി കേട്ട ആളാണ്. അദ്ദേഹം മാത്രമല്ല, പിന്നെ 70,000 ആളുകൾ. ഈ 70,000 ആളുകൾക്കും സഹീഹുൽ ബുഖാരി ഓതി കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനും യഹ്യ ബിൻ മഈനും അലിയുൽ ഇബ്നുൽ മദീനിക്കും ഒന്നും ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണ് ഇന്ന് മൈക്ക് കെട്ടിയിട്ട് വാള് പറയുന്നതെന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മല്ല. ഇത്തരം വിഷയങ്ങൾ പറയുന്ന, വഷള് പറയുന്ന ആളുകൾ അവർ ബുഖാരിയുടെ പേരിൽ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂരമായ വിനോദങ്ങൾ, അവർക്കൊന്നും തോന്നാത്ത എത്ര മഹത്തുക്കൾ സഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതി. എത്ര പണ്ഡിതന്മാർ പൂർവ്വകാലത്ത് സഹീഹുൽ ബുഖാരിയെ പഠന വിധേയമാക്കി. അവർക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത പല കാര്യങ്ങളാണ് ഇന്ന് പലരും കണ്ടെത്തിയിട്ട് സഹീഹുൽ ബുഖാരിയെ ക്രൂശിക്കുന്നത്, ഇമാം ബുഖാരിയെ ചോദ്യം ചെയ്യുന്നത്. അറബിയല്ലാത്ത ബുഖാറക്കാരനായ
ഈ വ്യക്തിക്ക് എങ്ങനെ ഇത്രമാത്രം ഹദീസുകൾ കിട്ടി, അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും, ഇങ്ങനെ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചരിത്രം, അന്വേഷണത്തിൻ്റെ ചരിത്രം, പഠനത്തിൻ്റെ ചരിത്രം, ഇതൊക്കെ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സാധാരണക്കാർക്ക് ചവിട്ടിമെതിക്കാൻ മാത്രം ഇത്തരം മഹൽ സേവനങ്ങളെ വില കുറക്കുന്ന ഈ ദുഷ്പ്രവണത ഈ തൽപര കക്ഷികളിൽ നിന്ന്, തന്നിഷ്ടക്കാരിൽ നിന്നുണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെ ആയാലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി ഫലാ യഹ്മിലുൽ ഖബസ് എന്ന് പറയും. വെള്ളം 2 കുല്ലത്തായാൽ പിന്നെ അത് നജസ് വഹിക്കൂല എന്നുള്ളതാണ്. അതിൻ്റെ ധർമ്മോ മണമോ ഗുണമോ വ്യത്യാസപ്പെടാതെ. അതാണല്ലോ നമ്മളൊരു തത്വം പഠിപ്പിക്കുന്നത് ഫിഖ്ഹിൽ. 2 കുല്ലത്ത് വെള്ളം ഉണ്ടായാൽ അതിൽ നജസ് വീണാലും അതിനെ നിറമോ മണമോ ഗുണമോ വ്യത്യാസപ്പെട്ടിട്ടില്ല എങ്കിൽ വെള്ളം ശുദ്ധം എന്നുള്ളതാണ് വിധി. അപ്പോൾ ഈ 2 കുല്ലത്ത് വെള്ളം എന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. 2 കുല്ലത്ത് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവരില്ല എന്നുള്ളതാണ്. 2 കുല്ലത്ത് മിണ്ടൂല്ല. പിന്നെയോ അതിലേക്ക് വീണ എന്തെങ്കിലും അനിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് ചില ആളുകൾ പറയൂ, കൊതുക് മാതിരി, ഈച്ച മാതിരി. ഈ ഒരു രീതി അപകടകരാണ്. സഹീഹുൽ ബുഖാരി, അതേപോലെ മാലിക്കിൻ്റെ മുവത്ത, അതിൻ്റെയൊക്കെ പ്രത്യേകതയും അതിലുള്ള ബർക്കത്തും അത് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരി 1194 ജനിച്ച് 256 മൺമറഞ്ഞു. അദ്ദേഹം ജനിച്ചത് ബുഖാറയിലാണ്, മരിച്ചത് സമർക്കന്ദിലാണ്. ബുഖാർക്ക് അടുത്ത് തന്നെ സമർക്കന്ദിലാണ്. 256 മരിച്ച് മൺമറഞ്ഞു. ആ മഹാരഥനെ നേർബുദ്ധിയും നേർവായനയുമുള്ള ആളുകളൊക്കെയും പ്രശംസനീയമായി, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മഹനീയമായി, അദ്ദേഹത്തിന് മഗ്ഫിറത്തുണ്ടാകാൻ, മർഹമത്തുണ്ടാകാൻ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണുള്ളത്. ബുഖാരി പരാമർശിക്കപ്പെടാത്ത ഏതൊരു സദസ്സാണുള്ളത്? സഹീഹുൽ ബുഖാരി അത് കേൾക്കാത്ത ഏതൊരു സദസ്സാണുള്ളത്? അതും എങ്ങനെ? പ്രശംസനീയമാം വിധം. എന്തുകൊണ്ട്? ഇമാം മാലിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതെന്തുകൊണ്ട്? അതാണ് ഇമാം മാലിക് തന്നെ പറഞ്ഞ ആ വാക്കിൻ്റെ ഒരു മാനയിൽ നമ്മളിലും സ്വാധീനിക്കേണ്ട വശം. മാ കാനലില്ല യബ്ഖ, അള്ളാഹുവിനുള്ളതാണോ അത് ശേഷിക്കും. വമാ കാന ലിഗൈരിഹി ഫയഫ്ന, ചില പണ്ഡിതന്മാരുടെ കൂട്ടിച്ചേർക്കലാണത്. അള്ളാഹു അല്ലാത്തവർക്കുള്ളതാണ് എങ്കിൽ അത് എത്ര ത്യാഗപൂർണമാണെന്ന് പറഞ്ഞാലും, എത്ര സേവന സജ്ജമാണെന്ന് പറഞ്ഞാലും, അതെത്രമേൽ ഗംഭീരമാണെന്ന് ഗീർവാണം മുഴക്കപ്പെട്ടാലും അത് നശ്വരമാണ്, താൽക്കാലികമാണ്, നാശഹേതുകമാണ് എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വിഷയം നമ്മുടെ മനസ്സിൻ്റെ വിചാരവും വിശ്വാസവും നിയ്യത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്കാണ് നോക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും അല്ലതി ഫി സുദൂരിക്കും. നെഞ്ചകത്ത്, ഹൃദയം, അതിൻ്റെ വിചാരങ്ങൾ, അതിലെ വിശ്വാസങ്ങൾ, അതിൻ്റെ ആന്തോളനങ്ങൾ, അതാണ് അള്ളാഹുവിങ്കൽ നിരീക്ഷിക്കപ്പെടുന്നത്.
അള്ളാഹുവിൻ്റെ നോട്ടം അവിടേക്കാണ്. അത് എത്രമേൽ മഹനീയമാക്കാൻ സാധിച്ചോ അതിനനുസരിച്ചായിരിക്കും നമ്മളിലുള്ള അനുഗ്രഹാശിസ്സുകൾ. ഇവിടെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ എന്ന റംല ബിൻത് അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് വായിച്ച ഒരു വരികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ച ചരിത്രം നമുക്കൊക്കെ വലിയൊരു പാഠാണ്. വിഷയം എന്താ? ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ ഹബശയിലേക്ക് ഹിജറ പോയി ഭർത്താവ് ഉബൈദുല്ലാ ഇബ്നു ജഹ്ഷിനോടൊപ്പം. ഹബശയിലേക്കുള്ള ഹിജറ എന്ന് പറഞ്ഞാൽ ആ ഹിജറയുടെ സാഹചര്യം മക്കയുടെ അന്നത്തെ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ എങ്ങനെ വായിക്കും? ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഹബശയിലേക്ക് ഹിജറ പോകാൻ വിധിക്കപ്പെട്ട ആ വിശ്വാസികൾ മക്കയിൽ അവരുടെ അവസ്ഥ നമ്മളെങ്ങനെ മനസ്സിലാക്കും? യാതനകൾ എത്രയാണ്, വേദനകൾ എത്രയാണ്, തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ എത്രയെത്ര ദുരനുഭവങ്ങളായിരുന്നു അന്നത്തെ വിശ്വാസികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബശയുടെ ഭാഗത്തേക്ക് ദൃഷ്ടി പായിച്ച് വിരൽ ചൂണ്ടി, അവിടെ ഒരു നല്ല രാജാവുണ്ട്, നീതിമാൻ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിൽ ആക്രമിക്കപ്പെടുകയില്ല, അനീതിക്ക് വിധേയരാക്കപ്പെടില്ല, നിങ്ങൾ അങ്ങോട്ട് ഹിജറ പോയിക്കോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം ഈ ദുർബല വിശ്വാസികളുടെ മക്കയിലെ പീഡനാവസ്ഥയാണ്. അങ്ങനെയാണ് രണ്ടാം ഹബശ ഹിജറയിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു തആലയും ഭർത്താവ് ഉബൈദുല്ലാ ഇബ്നു ജഹ്ഷും അവരുടെ കുഞ്ഞിനോടൊത്ത് പോണത് ഹബശയിലേക്ക്. ചരിത്രം പറയുന്നത് ഹബശയിലെത്തി ഉബൈദുല്ലാ ഇബ്നു ജഹ്ഷ് അദ്ദേഹം ക്രിസ്ത്യാനിയാവുകയാണ്. അതിനൊരു കാരണം അദ്ദേഹം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയത്തിന് മുമ്പ് അവിടുത്തെ ബഹുദൈവ വിശ്വാസ സാഹചര്യത്തിൽ അന്ധവിശ്വാസാനാചാരങ്ങളിൽ അതിനോട് മനം മടുത്ത് സത്യാന്വേഷിയായി ക്രിസ്തുമതം പഠിച്ചിരുന്നു, ക്രിസ്തുമതം ആശ്ലേഷിച്ചിരുന്നു എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചൊവ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉദയമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച ഉബൈദുല്ലാ ഇബ്നു ജഹ്ഷ് പിന്നെ ഹബശയിലെത്തിയപ്പോൾ അവിടെ ക്രിസ്ത്യാനികളാണ്. അദ്ദേഹം അങ്ങോട്ട് ചായുകയാണ്. ഉമ്മു ഹബീബയും കുട്ടിയും അവർ ഹബശയിൽ ഒറ്റപ്പെടുകയാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, പലപ്പോഴും ദമ്പതികളാകുമ്പോൾ ആദർശം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പാരസ്പര്യം, ഭർത്താവിൻ്റെ ആദർശം അതായിരിക്കും പലപ്പോഴും ഭാര്യയുടെ ആദർശം, ഭാര്യയുടെ ആദർശം അതായിരിക്കും പലപ്പോഴും ഭർത്താവിൻ്റെ ആദർശം. ഓരോരുത്തരും ആദർശ വ്യതിരിക്തത പാഠമാക്കി പഠിച്ച് അത് ഉൾക്കൊള്ളുക എന്നുള്ളത് പലപ്പോഴും ഇല്ല. ഭർത്താവ് ആ ഗ്രൂപ്പാണ്, അതുകൊണ്ട് നമ്മളും ആ ഗ്രൂപ്പാണ്, ഭർത്താവ് അവിടെയാണ് അതുകൊണ്ട് ഞാനും അവിടെയാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതും ഉമ്മു ഹബീബയുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. മുസ്ലിമീങ്ങൾ മുഹാജിറുകൾ മാത്രമാണ്, അവർ അവിടെ ന്യൂനപക്ഷമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അവിടെ വെച്ച് ഭർത്താവ് ക്രിസ്ത്യാനിയാകുമ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനൊപ്പിച്ച് തൻ്റെ ഈ ഒരു ഭൗതിക സാഹചര്യത്തിൽ ഒരു നിറം മാറ്റം, ആദർശമാറ്റം അവർ ഉദ്ദേശിച്ചേയില്ല. അവർ മനസ്സിലാക്കിയ സത്യം അതേതാണോ അതിൽ അവർ പൂണ്ടുകൂടി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സറിഞ്ഞു, അവരുടെ ആത്മാർത്ഥത അറിഞ്ഞു. അതിനാൽ തന്നെ അവർക്ക് അല്ലാഹു നൽകിയ സമ്മാനം നോക്കൂ നിങ്ങൾ. അവരെ സംരക്ഷിക്കാൻ ഈ ഭൗതികതയിൽ അന്നൊരു ഉബൈദുല്ലാ ഇബ്നു ജഹ്ഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പോയെങ്കിലും
ഹബശ ഭരിക്കുന്ന നേഗസ് ചക്രവർത്തിയെയും മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോയ മുഴുവൻ മുഹാജിറുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മു ഹബീബയുടെ സംരക്ഷകരാക്കി, കാവൽക്കാരാക്കി. എന്ന് മാത്രമല്ല, ഉബൈദുല്ലാ ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ഒരു ഭർത്താവാണ് തനിക്ക് പോയതെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നൊരു ഭർത്താവിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങ് മദീനയിലാണ്, അല്ലെങ്കിൽ അറേബ്യയിലാണ്, ഇവിടെയാണ്. ഉമ്മു ഹബീബ ഹബശയിലാണ്. ഒത്തുകൂടാനും കണ്ടുമുട്ടാനും പെട്ടെന്ന് അവസരമല്ല. വിവാഹം കണ്ടുമുട്ടി നടത്താനുള്ള സാഹചര്യവും അന്ന് പെട്ടെന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നജാഷിയെ ഇടനിലക്കാരനാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ചില വ്യക്തിത്വങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ ഉമ്മു ഹബീബയുമായിട്ടുള്ള വിവാഹം അത് പ്രഖ്യാപിക്കാനുണ്ടായത്. അവർ പിന്നീട് നബിയുമായി വീട് കൂടുന്നത് വൈകിയാണ്. പക്ഷെ എന്നാലും തിരുദൂതർ നിങ്ങളുടെ സംരക്ഷണത്തിൽ നിങ്ങളുടെ ഭർത്താവായി ഉണ്ട് എന്നുള്ള ആ ഒരു സുവിശേഷം അവർക്ക് പെട്ടെന്ന് നൽകുകയാണ് ചെയ്തത്. ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഉമ്മു ഹബീബക്കുണ്ടായ നിർവൃതിയും ആനന്ദവും അത് ഏറെ വലുതായി നമ്മൾ വായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കൊക്കെ നൽകിയ മഹർ 400 ദിർഹം. പിന്നെ ചില റിപ്പോർട്ടുകളിൽ 400 ദിർഹവും ഏതാനും ദിർഹമുകൾ ഏറെ 500-ൽ കൂടിയിട്ടില്ല എന്നുള്ളതാണ്. ഉമ്മു ഹബീബക്ക് ഒഴിച്ചു. ഉമ്മു ഹബീബക്ക് നൽകിയ മഹർ 4000 ദിർഹമാണ്, 400 ദീനാർ അഥവാ 4000 ദിർഹം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നജാഷിയാണ് ഉമ്മു ഹബീബക്ക് നൽകുന്നത്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഉമ്മു ഹബീബ നേടിയത്. എവിടെ? അന്ന് ഹബശയിൽ. പിന്നെ അവർ മദീന അണഞ്ഞു. നേഗസ് ചക്രവർത്തി ഷർഹബീൽ ഇബ്നു ഹസനയുടെ നേതൃത്വത്തിൽ 2 കപ്പലുകളിൽ ഈ ഒരു സംഘത്തെ തിരുസവിധത്തിലേക്ക് യാത്രയാക്കുന്ന ചരിത്രം വായിക്കും നമ്മൾ. ഗംഭീരമായൊരു മടക്കമായിരുന്നു ഹബശയിൽ നിന്ന് ജീവിതത്തിലേക്ക് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഉണ്ടായത് എന്നുള്ളതാണ്. സഹോദരന്മാർ, നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരം ചരിത്രങ്ങൾ നമ്മളോട് ഓതുന്നത് നമ്മുടെ മനസ്സിൻ്റെ വായന അത് എങ്ങനെ നടത്തപ്പെടണം എന്നുള്ളത് ആലോചിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മനസ്സിലെ നീയത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നേരാവിതാണെങ്കിൽ നമ്മളുടെ നീയത്ത് അത് സത്യസന്ധമാണ്, കളങ്കരഹിതമാണ്, കപടമുക്തമാണ്, ചളികെട്ടാത്ത നിലക്കാണിയെങ്കിൽ അതിന് വലിയ ബർക്കത്തായിരിക്കും ഉണ്ടാകുക, വലിയ അനുഗ്രഹമായിരിക്കും ഉണ്ടാകുക. എന്നാൽ നീയത്തിൽ കറ പുരണ്ടാൽ, കളങ്കമുണ്ടായാൽ, കാപട്യമുണ്ടായാൽ, ലില്ല എന്ന് പറഞ്ഞില്ലേ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് എങ്കിൽ എന്ന്, അത് അങ്ങനെയല്ല, മാലോകർക്ക് വേണ്ടിയാണ് എങ്കിൽ താൽക്കാലികമാണ്, അപജയത്തിലേക്കാണ്, ഇച്ഛാഭംഗത്തിലേക്കാണ്, നഷ്ടത്തിലേക്കാണ്. അത് ഇഹത്തിൽ മാത്രമല്ല പരത്തിലും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. നീയത്തിൻ്റെ മസ്അല ഒരു വലിയ മസ്അലയാണ്. പണ്ഡിതന്മാർ അത് വളരെ വിശാലമായി ഗംഭീരമായി അവതരിപ്പിച്ച് നമ്മൾ കാണുവാൻ സാധിക്കും. കാരണം നീയത്ത് ശരിയാക്കുക എന്നുള്ളത് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവർക്ക് ശ്രമകരമായിരുന്നു എന്നുള്ളതാണ്, ഏറെ ശ്രമകരമായിരുന്നു എന്നുള്ളതാണ്. കാരണം എത്ര അള്ളാഹുവിനെ നേരെയാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് വഴുതുന്ന, വ്യതിചലിക്കുന്ന ഒരവസ്ഥ പെട്ടെന്ന് കടന്നു വരുമെന്നുള്ളതാണ്. പലവിധ പ്രേരണകളാൽ, പ്രലോഭനങ്ങളാൽ, പ്രകോപനങ്ങളാൽ, പ്രീണനങ്ങളാൽ നീയത്ത് തെറ്റും, മനസ്സ് തെറ്റും എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി എന്ന് ഉറച്ച് തീരുമാനിച്ചാൽ തന്നെയും തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ആളുകൾ,
ഇടപെടലുകൾ, സ്വാധീനങ്ങൾ, ഇതൊക്കെയും മനസ്സിനെ തെറ്റിക്കുന്നതായ ഒരു ദുരവസ്ഥ എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ നമ്മൾ പലത് വായിക്കും. ചില പണ്ഡിതന്മാർ റൂമ കിണറിനെ കുറിച്ച് പറയാറുണ്ട്. റൂമ കിണർ അറൂമ എന്ന പേരിൽ ഒരാളിലേക്ക് ചേർത്താണ് ആ കിണർ. അതെവിടെയാണുള്ളത്? അറൂമ അല്ലെങ്കിൽ റൂമ വിശുദ്ധ മദീനയിലാണ്. ആരാണ് ആ കിണറിൻ്റെ പേരിൽ പ്രശസ്തൻ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. എന്തുകൊണ്ടാണ് ഉസ്മാനിന് വേണ്ടി, അല്ലെങ്കിൽ ആ കിണറിൻ്റെ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല പ്രശസ്തനാകുന്നത്? ഇന്നും ആ കിണർ ബീർ ഉസ്മാൻ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് മദീനയിൽ എത്ര കിണറുകൾ ഉണ്ടായിരുന്നു? ആ കിണറുകളെ നമ്മൾ അന്വേഷിച്ചാൽ പല കിണറുകളും അതിൻ്റെ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം ബീർ ഉസ്മാൻ ഇന്നും മദീനയിൽ ചെന്നാൽ ഒരു കാഴ്ചയാണ്. അതിലെ വെള്ളം ഇന്നും ഉപയുക്തമാണ്. പണ്ഡിതന്മാർ ആ ഒരു ചരിത്രത്തിൽ അനുബന്ധമായി വിശുദ്ധ മദീനയിൽ ജലക്ഷാമമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ വെള്ളം ശുഷ്കമായിരുന്നു. മദീനയിൽ ആളുകൾ ശുദ്ധജലത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ചില നിർമ്മിത സ്രോതസ്സുകളെയായിരുന്നു. ആ സ്രോതസ്സുകൾ പലതും യഹൂദന്മാർ കൈവശം വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക് പാനജലം ലഭിക്കുക പ്രയാസകരായിരുന്നു. അന്നത്തെ ഒരു വലിയ ജലസ്രോതസ് അത് ഈ ബീർ റൂമയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൈ യശ്തരി ലി ബിർ റൂമ അശ്തരി ലഹുൽ ജന്ന. റൂമ കിണർ എനിക്ക് വാങ്ങി നൽകുന്നവന് ഞാൻ സ്വർഗം വാങ്ങി നൽകുമെന്ന്. ആ ഒരു തിരുമൊഴിയിൽ പ്രേരിതനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണർ വാങ്ങിയിട്ട് അത് അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്, മുസ്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ ലില്ല ഉസ്മാൻ്റെ മനസ്സിൽ നിന്ന് ഉയർക്കൊണ്ടു, അതരങ്ങൾ ചലിച്ചു. 1400 വർഷങ്ങൾക്കപ്പുറം നടന്ന ആ ഒരു നീയത്തും അതിൻ്റെ ഒരു സൽക്കർമ്മവും അത് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഉസ്മാനിൻ്റെ ആ ഒരു നല്ല സ്മരണ നിലനിർത്തി, ത്യാഗസ്മരണ നിലനിർത്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാനവായ്പിനെ ലോകം ഏറ്റുപറയുമാർ, അത് ലോകം ദൃഷ്ടിയിൽ കാണുമാർ ഇന്നും ബീർ ഉസ്മാൻ വിശുദ്ധ മദീനയിൽ. ഉദാഹരണങ്ങൾ ഇതുപോലെ പണ്ഡിതന്മാർ ഉണർത്തിയത് നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന സ്വാധീനം, ഇതിൽ പരം മരണാനന്തര ലോകത്തേക്ക് നമുക്ക് പരലോകയാത്രയാകുമ്പോൾ കൊണ്ടുപോകാൻ, നമ്മുടെ പരലോകയാത്രയിൽ പാതേയമായി നമുക്കുണ്ടാകാൻ നമ്മുടെ കർമ്മങ്ങൾ എന്താണ്? അത് മാക്കാനലില്ല, അള്ളാഹുവിന് വേണ്ടി എന്തോ നമ്മൾ ചെയ്തതെന്തോ അതാണ്. അതല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. ഉദ്ദേശം പ്രധാനം, ദുനിയാവും അതിൻ്റെ അലങ്കാരങ്ങളുമൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിവിടെ കിട്ടും, താൽക്കാലികമായി, നശ്വരമായി. പക്ഷെ അവസാനം നരകാഗ്നിയുടെ വറകാകുന്ന ഒരു ദുർഗതി, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പക്ഷേ ആഖിറം ലക്ഷ്യമാക്കി അതിൻ്റേതായ പരിശ്രമങ്ങൾ നടത്തി വിശ്വാസത്തിൻ്റെ
അടിത്തറയിൽ നിന്നുകൊണ്ട് പണിയെടുത്താൽ ഖൽബും അമലും ഒരുപോലെ അത് അള്ളാഹുവിനുള്ളതായാൽ അവരുടെ അധ്വാനമാണ് മഷ്കൂറായ അധ്വാനം, അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന പ്രതിഫലം മഹത്തരമാക്കപ്പെടുന്നതായ അധ്വാനം എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ നമ്മുടെ നീയത്ത് അത് എന്താണ് വിചാരിക്കുന്നത്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തീരുമാനം അതെന്താണ്, അത് ഉറ്റാലോചിക്കേണ്ടതുണ്ട്. നീയത്തിൽ കലർപ്പ് വരാതെ, കളങ്കം വരാതെ നമ്മൾ നമ്മുടെ അമലുകളെ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. എല്ലാ അമലുകളെയും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ്വ. നീയത്തുകൾക്കനുസരിച്ചാണ് കർമ്മങ്ങളുടെ സ്വീകാര്യത. കർമ്മങ്ങൾ സാധുവാകൽ ഓരോ മനുഷ്യനും നീയത്ത് ചെയ്തതെന്തുണ്ടോ അത് അയാൾക്കുണ്ടാകും. അള്ളാഹുവിന് വേണ്ടിയാകണം അമലുകൾ, ലക്ഷ്യം തെറ്റാൻ പാടുള്ളതല്ല എന്ന ആ ഒരു പക്ഷവായന അത് നമുക്ക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സന്ദേശമാണ് എന്നാണ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഉണർത്തുവാനുള്ളത്. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വാലിഹായ അമലുകളായി ഉപരിലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാഹു ദൂരപ്പെടുത്തുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട് മൺമറഞ്ഞവരോട് അല്ലാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അല്ലാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തുണയേകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.